മുസ്ലിം ലീഗിനൊക്കെ ഹാഷ്മിക്കും അറിയാവുന്നതാണല്ലോ. നേരത്തെ അവരൊരു മതരാഷ്ട്രീയം, സാമുദായിക രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവരാണെങ്കിലും പൊതുവേ ഒരു സെക്കുലർ ഫാബ്രിക് അതിൻ്റെ ഉന്നത നേതൃത്വം ഉൾപ്പെടെ നിലനിർത്തിയിരുന്നു. പക്ഷെ എങ്ങനെയാണ് പാണക്കാട് തങ്ങൾ ഹാഗിയ സോഫിയ വിഷയത്തിൽ പത്രത്തിൽ എഴുതിയ എന്താണ് പറഞ്ഞു വരുന്നത്? ഗോകുൽ ഗോപിനാഥ് പറയേണ്ട വാദം അങ്ങ് പറയല്ലേ? ഗോകുൽ ഗോപിനാഥ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഗോകുൽ ഗോപിനാഥിന്റെ പാർട്ടി പറയുന്ന വാദം അങ്ങ് പറയല്ലേ? VPP, എന്റെ ചോദ്യം വളരെ സിമ്പിളാണ്. ജമാഅത്ത് നിങ്ങൾക്ക് പിന്തുണ നൽകുമ്പോൾ അവർ നല്ലവരും മുഖപ്രസംഗത്തിൽ ശ്ലാഘിക്കപ്പെടേണ്ടവരും, ജമാഅത്ത് UDF പിന്തുണ കൊടുക്കുമ്പോൾ ഭീകരവാദികളുമാകുന്ന മാജിക്ക് മാത്രം മനസ്സിലാവുന്നില്ല VPP. എന്റെ ചോദ്യം നേർക്കുന്നതാണ്, ഒരു കൺഫ്യൂഷൻ അതില്ല. നേർക്കുനേരെ തന്നെയാണ് ഞാനും പറയുന്നത്. കേൾക്കുമ്പോൾ താങ്കളുടെ വാദത്തെ, താങ്കളുടെ ചോദ്യത്തിന്റെ പൊള്ളത്തരത്തെ പറയുമ്പോൾ താങ്കൾ പിന്നെ ഞാൻ നേർക്കുനേരെ ചോദിക്കുന്നു എന്ന് പറയുന്നതേ ഉള്ളൂ. ഞാൻ കൃത്യമായിട്ട് കേൾക്കുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നുണ്ട് ഹാഷ്മിയുടെ ഈ കുരുട്ട് ചോദ്യത്തിനുള്ള കൃത്യമായ വിശദീകരണം ഞാൻ നൽകുന്നുണ്ടെന്ന്. ഞാൻ കൃത്യമായിട്ട് പറയുന്നത് എന്താ, ശരി, ഇന്നലെ മിനിഞ്ഞാന്ന് കോഴിക്കോട് ജില്ലയിലെ രാമനാട്ടുകരയിൽ EK വിഭാഗം സമസ്ത സുന്നിയുടെ പൊതുയോഗം നടന്നു. പാണക്കാട് സാദിഖ് അലി തങ്ങൾ ഉൾപ്പെടെ പങ്കെടുത്ത വേദിയിൽ അവിടെ സമസ്തയുടെ നേതാവ് ആരെക്കുറിച്ച് ഹാഷ്മി പ്രസംഗിച്ചത്? മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ബന്ധമുണ്ടാക്കരുത്, അവരുടെ വെൽഫെയർ പാർട്ടിയുമായിട്ട് ബന്ധമുണ്ടാക്കരുത് എന്ന് EK വിഭാഗം അവർ നിങ്ങൾക്ക് പിന്തുണ നൽകുമ്പോൾ അവർ മുഖപ്രസംഗത്തിൽ പേരെഴുതേണ്ട ശ്ലാഘിക്കപ്പെടേണ്ട സംഘടനയും അവർ UDF. എന്റെ പ്രശ്നം ജമാഅത്തിന്റെ മെറിറ്റ് അല്ല. ജമാഅത്ത് നിങ്ങൾക്ക് പിന്തുണ തരുമ്പോൾ അവർ നല്ലവരും, UDF 2019 മുതൽ UDF പിന്തുണ കൊടുക്കുമ്പോൾ അവർ ഭീകരവാദികളാകുന്നത് എന്തുകൊണ്ടാണെന്ന് എന്റെ ചോദ്യം. ഞാൻ ഹാഷ്മി കുറച്ചുകൂടി വായിച്ചൊക്കെ പറയുന്ന ഒരാളാണല്ലോ. ഹാഷ്മി ഈ ദേശാഭിമാനി മുഖപ്രസംഗം ഇങ്ങനെ മൂന്നാമത്തെ തവണ ആവർത്തിക്കുകയാണ്. ഹാഷ്മി ആ മുഖപ്രസംഗം തികച്ചും വായിച്ച ഒരാളാണല്ലോ. എന്താണ് ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വഭാവത്തെ കുറിച്ച് അതിൽ പറഞ്ഞിരിക്കുന്നത്? ജമാഅത്തെ ഇസ്ലാമി ചരിത്രത്തിൽ ആദ്യമായി മലയാളത്തിലെ ദിനപത്രം വോട്ടിന് നന്ദി പറഞ്ഞുകൊണ്ട് മുഖപ്രസംഗം ദേശാഭിമാനിയില്ല. അത് ജമാഅത്തിന്റെ സ്വഭാവമൊന്നുമല്ല. ജമാഅത്ത് എന്താണ്, ജമാഅത്തും ക്രൈസ്തവ ഏതോ സഭയും വോട്ട് നൽകിയതിനെ നന്ദിപൂർവ്വം സ്മരിക്കുന്ന മുഖപ്രസംഗ. പാർട്ടിയുടെ നിലപാട് പറയുകയാണ് പാർട്ടി മുഖപ്രസംഗത്തിൽ. അതിനകത്ത് ജമാഅത്തിന്റെ സ്വഭാവം പറഞ്ഞതിനെ പറ്റി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതേ മുഖപ്രസംഗത്തിൽ താങ്ക്സ് ഗിവിംഗ് മുഖപ്രസംഗമാ. അപ്പൊ അത് ശരി, അത് പറയണ്ട നിങ്ങൾ. അല്ലല്ല ഹാഷ്മി, ഇതെന്തൊരു പൊട്ട ന്യായമാണ്? ഒരു മുഖപ്രസംഗം നിങ്ങൾ എടുക്കുന്നു, ഒരു മുഖപ്രസംഗത്തിൽ താങ്കൾ ഉദ്ധരിക്കുന്ന 2 വരി മാത്രമാണോ ഉള്ളത്? നന്ദി പറയുന്ന 2 വരി മാത്രമാണോ ഉള്ളത്? ദീർഘമായ ഒരു മുഖപ്രസംഗമല്ലേ? ആ മുഖപ്രസംഗത്തിൽ ഈ നന്ദി പറയുന്നതിന് മുമ്പേ ആ പ്രസ്ഥാനത്തിന്റെ സ്വഭാവം എന്താണ് എന്ന് വിശദീകരിക്കുന്ന, ആ പ്രസ്ഥാനത്തോടുള്ള CPIM-ന്റെ നിലപാട് എന്താണ് എന്ന് വിശദീകരിക്കുന്ന വാചകം, അത് പോട്ടെ എന്ന് പറയുന്നത് എന്ത് നിലപാടാ? ഒരു മുഖപ്രസംഗത്തിൽ ഒരു വരി അല്ല, നിങ്ങൾക്ക് പിന്തുണ നൽകുന്നതിനാണ് നന്ദി പറയുന്നത്. എന്നാൽ ജമാഅത്തെ ഇസ്ലാമി നിങ്ങൾക്ക് പിന്തുണ നൽകിയവരാണ്. ഒരു ആ മുഖപ്രസംഗത്തിൽ ഒരു ഭീകരവാദം പറയുന്നില്ല. ഇപ്പോഴാണ് പറയുന്നത്. ഓക്കെ, എത്ര ചോദിച്ചാൽ അങ്ങനെ മറുപടി കഴിയില്ല, എനിക്കറിയാം, മനസ്സിലാവും. ഇതൊക്കെ പ്രാക്ടിക്കൽ പൊളിറ്റിക്സ് ആണല്ലോ. ജമാഅത്തെ ഇസ്ലാമി ഒരു മത ഫണ്ടമെന്റലിസ്റ്റ് പ്രസ്ഥാനം, ജമാഅത്തെ ഇസ്ലാമി ഒരു മതമൗലികവാദ പ്രസ്ഥാനമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി ഒരു മതമൗലികവാദ പ്രസ്ഥാനമാണ്. എന്നാൽ ഇന്ന് ആ മുഖപ്രസംഗത്തിൽ എടുക്കാൻ ധൈര്യമുണ്ടോ? അത് വായിച്ചു കൊടുക്കാൻ എന്താണ് പറയുന്നത്? ഇപ്പോ അത് വായിക്കൂ, ആ വാചകം വായിക്കൂ. എവിടെ വായിക്കുന്നു? എവിടെ പറയുന്നു? മതഭീകരവാദ ഫണ്ടമെന്റൽ എവിടെ? എന്താ? ഞാൻ അയച്ചുതരാം, ഞാൻ അങ്ങ് അയച്ചുതരാം. മൊത്തം ഞാൻ അങ്ങ് അയച്ചുതരാം. ഈ ജമാഅത്തെ ഇസ്ലാമി മതഭീകരവാദ വർഗീയ പ്രസ്ഥാനം കാണിക്കുന്ന ഒറ്റ വരി കാണിച്ചു തരാമോ? VPP പറയല്ലേ? തെരഞ്ഞെടുപ്പ് ശ്രദ്ധേയമായ 2 തീരുമാനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ക്രിസ്തീയ പുരോഹിതന്മാരുടെ ഈ അഭ്യർത്ഥന വന്നതിന് തൊട്ടുപിറകെയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ കേരള ഘടകത്തിന്റെ തീരുമാനം പുറത്തു വന്നത്. വരുന്ന ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളുമായി ഒരേ ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്ത ശേഷമാണ് അവർ ഈ തീരുമാനം കൈക്കൊണ്ടത്. തീരുമാനത്തിന്റെ അടിസ്ഥാനമായി അവരുടെ നിഗമനം ഇങ്ങനെയാണ്: രാജ്യത്തെ ഏറ്റവും വലിയ കക്ഷിക്കും ഭരണകക്ഷിയുമായ കോൺഗ്രസ് ഫാസിസത്തിന്റെ വളർച്ചയ്ക്ക് അനുകൂലമായ സമീപനമാണ് സ്വീകരിക്കുന്നത്. മുസ്ലിം ന്യൂനപക്ഷ ആ പാർട്ടി വഞ്ചിച്ചു, ടാഡ പോലെ കരിനിയമങ്ങൾ അടിച്ചേൽപ്പിച്ചു, അഴിമതി ദേശീയ സംസ്കാരമാക്കി, തെരഞ്ഞെടുപ്പ് ആസന്നമായിട്ടും തെറ്റുതിരുത്താനോ മേലിൽ നീതിപൂർവ്വം തയ്യാറായില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അതല്ല ജമാഅത്തെ ഇസ്ലാമിയുടെ ദുരാഷ്ട്രവാദോ മതരാഷ്ട്രവാദോ ഭീകരവാദോ ഒന്നും പറയുന്നില്ല മുഖപ്രസംഗത്തിൽ. ഞാൻ അയച്ചുതരാം. VPP അയച്ചു, ഞാൻ ആ വാദ്യം വായിച്ചു തരാം. ഇത് നേരത്തെയും
ഹാഷ്മി, ഞാൻ ഇത്രയും ഉറപ്പിച്ച് പറയുന്നതുകൊണ്ടാ നേരത്തെയും പലതവണ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സന്ദർഭത്തിലും ഈ മുഖപ്രസംഗം എത്രയോ തവണ ഹാഷ്മി ഉൾപ്പെടെയുള്ള ആളുകൾ ഉദ്ധരിച്ചതും ഞാൻ അതിനകത്തുനിന്ന് ഈ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പറയുന്ന വാചകം, അതിന്റെ സ്വഭാവത്തെക്കുറിച്ച് ദേശാഭിമാനിക്കുള്ള നിലപാടിന്റെ വാചകം വായിച്ചതുമാണ്. ആ വായിച്ചത് കൊണ്ട് തന്നെയാണ് ഇപ്പോഴും താങ്കൾ അതിന് മുമ്പേയുള്ള ഈ നിങ്ങൾക്ക് പിന്തുണ നൽകിയതുകൊണ്ടാണ് താങ്കൾ അയച്ചു തന്നാൽ നിങ്ങൾക്ക് ജമാഅത്ത് നിങ്ങൾക്ക് പിന്തുണ നൽകി എന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ. താങ്കളിപ്പോ ജമാഅത്ത് നിങ്ങൾക്ക് പിന്തുണ നൽകി, നിങ്ങൾ വോട്ട് വാങ്ങി എന്നാൽ തർക്കമുണ്ടോ? അല്ല, ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഹാഷ്മിയോട് ഞാൻ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വഭാവത്തെ കുറിച്ച് അന്നും നിങ്ങൾ വോട്ട് വാങ്ങിയോ? അപ്പൊ അന്ന് സ്വഭാവം അറിഞ്ഞിട്ടാണ് വോട്ട് വാങ്ങി. താങ്കൾ വായിക്കുന്നില്ല. അന്ന് സ്വഭാവം അറിഞ്ഞിട്ടാണ് വോട്ട് വാങ്ങി. VPP ഇങ്ങോട്ട് അയച്ചു തരാൻ പറ്റുമോ? ജമാഅത്തെ ഇസ്ലാമി ഭീകരവാദികളാണ് എന്ന് അറിഞ്ഞുകൊണ്ടാണോ അന്ന് വോട്ട് വാങ്ങിയത്? അതുകൊണ്ടാണോ അന്ന് വോട്ട് വാങ്ങിയേ? ഒരു സംശയവുമില്ല, അതറിഞ്ഞുകൊണ്ട് വോട്ട് വാങ്ങിയോ? സംശയവുമില്ല. അങ്ങനെ തന്നെയാണ്, അങ്ങനെ തന്നെ എഴുതിക്കൊണ്ടാണ്, അങ്ങനെ തന്നെയാണ് എഴുതിക്കൊണ്ട് അന്നും അവർ അത്തരം മതമൗലികവാദ സംഘടനയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അവരെടുത്ത നിലപാടിനോട് ഈ സമീപനം പറഞ്ഞു. പ്രാക്ടിക്കൽ പൊളിറ്റിക്സിന്റെ വഴികളുണ്ട്. എല്ലാ ചോദ്യങ്ങളും മറുപടി പറയാൻ കഴിയില്ല. എല്ലാ പാർട്ടികൾക്കും പ്രശ്നമുണ്ട്. കാണിക്കൂ. ശരി, അല്ലെ ഞാൻ പറഞ്ഞ എല്ലാ പാർട്ടികൾക്കും ധാർമ്മിക പ്രശ്നമുണ്ട്. പ്രാക്ടിക്കൽ രാഷ്ട്രീയത്തിന്റെ പ്രശ്നം ആക്ഷേപിക്കരുത് ഹാഷ്മി. ഞാൻ ആക്ഷേപിച്ചില്ല. ഹാഷ്മി ചർച്ചയിൽ വിളിച്ചു വരുത്തിയിട്ട് ഇങ്ങനെ ആക്ഷേപിക്കരുത്. ഞാൻ ആക്ഷേപിച്ചില്ല. കൃത്യമായിട്ട് പിന്നെ എല്ലാവർക്കും മറുപടി പറയാൻ കഴിയില്ല എന്നൊക്കെ താങ്കൾ എങ്ങനെയാ പറഞ്ഞു പോകുന്നത്? താങ്കൾ എങ്ങനെയാ പറഞ്ഞു പോകുന്നത്? ജമാഅത്തിന്റെ വോട്ട് വാങ്ങിയതാണ്. അങ്ങനെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കരുത്. ഞാൻ ആക്ഷേപിച്ചു. VPP, ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ പോയ കാലങ്ങളിൽ ജമാഅത്തിന്റെ വോട്ട് വാങ്ങിയെന്ന് തർക്കമുണ്ടോ? അല്ലല്ല, ജമാഅത്തിന്റെ വോട്ട് വാങ്ങിയിട്ടുണ്ട്, അതിൽ തർക്കമുണ്ടോ? അല്ല, ഞാൻ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് താങ്കൾ ഇവിടെ ഉദ്ധരിച്ച ദേശാഭിമാനിയുടെ മുഖപ്രസംഗത്തിൽ ഞങ്ങൾ എടുത്തിട്ടുള്ള സമീപനം, ആ വരി വായിക്കാൻ താങ്കൾ തയ്യാറുണ്ടോ? അതല്ലെങ്കിൽ എനിക്ക് അയച്ചു തരാം. താങ്കൾ ഇപ്പൊ പറഞ്ഞതാണ് ഞാൻ അയച്ചുതരാം. പക്ഷെ നിങ്ങൾ വോട്ട് വാങ്ങിയ കാര്യം പറയുന്നത്. ഞാൻ വായിച്ചുതരാം. അല്ലാതെ പക്ഷേ ശരി, ഇനി അങ്ങനെ ഉണ്ടെന്ന് വെക്കൂ. അങ്ങനെ ഉണ്ടെങ്കിൽ അവർ ഭീകരവാദികൾ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ വോട്ട് വാങ്ങി, അത് അതിലും വലിയ തെറ്റല്ലേ? അപ്പൊ ഇപ്പൊ നിലപാട് പറഞ്ഞത് എന്താ അർത്ഥം? പോട്ടെ, നമ്മൾ ഞാൻ പറയുന്നത് താങ്കൾ തന്നെ ആ രാഷ്ട്രീയ സാഹചര്യം കൃത്യമായിട്ട് വിശദീകരിച്ചു. അങ്ങനെ ജമാഅത്തിന് അന്ന് ആ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിങ്ങളെ പിന്തുണച്ചു, ഇന്നത്തെ രാഷ്ട്രീയ UDF പിന്തുണയ്ക്കുന്നു, അത്രേ ഉള്ളൂ എന്ന് പറയാനാണ്. ഓക്കെ, അതാണ് EK വിഭാഗം. വിഭാഗം സമസ്ത അക്കാര്യത്തിൽ കൃത്യമായ നിലപാട് പാണക്കാട് സാദിഖലി തങ്ങളുള്ള വേദിയിൽ പ്രതിഷേധിച്ചത്. ഞങ്ങൾ മാത്രമല്ല UDFന്റെ ജമാഅത്തെ ഇസ്ലാമി ബന്ധത്തെ എതിർക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.